സ്പോക്കൺ ഇംഗ്ലീഷ് സെക്ഷൻ്റെ മറ്റൊരു വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന വേർ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ഈ ക്ലാസ്, ഈ കോഴ്സ് പൂർണ്ണമായിട്ടും സൗജന്യമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ സമീപത്തായിട്ട് ഒരു ബെൽ ഐക്കൺ ഉണ്ട്. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ ഞെക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ പാഠങ്ങൾ അന്നേരം ഞാൻ പബ്ലിഷ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനു വേണ്ടിയാണ്, നോട്ടിഫിക്കേഷന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ശ്രദ്ധിക്കാം. വേർ ആർ യു ഗോയിങ് എന്നുള്ള ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. വേർ ആർ യു ഗോയിങ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ വേർ ആർ യു ഗോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോവുകയാണെന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴെവിടെ പോവുകയാണെന്നാണ് എൻ്റെ അർത്ഥം. ഇനി വേർ ആർ യു ഗോയിങ് ടുമോറോ, അപ്പോഴെന്താണ്, നാളെ നിങ്ങൾ എവിടെ പോവുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ വേർ ആർ യു ഗോയിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിനർത്ഥം ഇപ്പോൾ നിങ്ങൾ എവിടെ പോവുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചറിലുള്ള ഒരു സമയം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെന്തായി, ഫ്യൂച്ചർ ടെൻസായി മാറി. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ചാപ്റ്ററിൽ പറഞ്ഞതെന്നാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞതെന്നാണ്. അപ്പോൾ വേർ ആർ യു ഗോയിങ് ടുമോറോ അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ് നെക്സ്റ്റ് സൺഡേ, നിങ്ങൾ നാളെ എവിടെ പോവുകയാണ് അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങൾ എവിടെ പോവുകയാണ്. ഐ എം ഗോയിങ് ഫോർ എൻ ഇൻ്റർവ്യൂ, ഞാനൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഐ എം ഗോയിങ് നോ വെയർ, ഞാൻ ഒരിടത്തും പോകുന്നില്ല. അല്ലെങ്കിൽ ഐ എം ഗോയിങ് എനിവെയർ ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിടത്തും പോകുന്നില്ല എന്നതിൻ്റെ അർത്ഥം. ഐ എം നോട്ട് ഗോയിങ് എനിവെയർ ടുമോറോ. ശ്രദ്ധിക്കുക, നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് അവസാനം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോഴും ഞാൻ ജസ്റ്റ് അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇതിനകത്ത് മലയാളം ഒന്നും പറയാതെ നമ്മൾ തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് വെർ വിൽ ബി മീറ്റ് ടുഡേ ഈവനിങ്, ഇന്ന് വൈകുന്നേരം നമ്മൾക്ക് എവിടെ കാണാമെന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാണാം. പ്ലീസ് കം ടു മൈ ഹൗസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരിക, അവിടെ കാണാമെന്നാണ് എൻ്റെ അർത്ഥം, അവിടെ മീറ്റ് ചെയ്യാം. വേർ വിൽ വി ഈറ്റ് ഡിന്നർ ടുഡേ, നമ്മൾ ഇന്ന് ഭക്ഷണം എവിടെ നിന്ന് കഴിക്കും. ഇനിയിപ്പോൾ അല്ലെങ്കിൽ വേർ വിൽ വി ഹാവ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഡിന്നറിൻ്റെ അർത്ഥം എന്താണ്? സാധാരണ ഡിന്നർ എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രധാന ഭക്ഷണം എന്നാണ്. അതായത് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണത്തിന് നമുക്ക് ഡിന്നർ എന്ന് പറയാവുന്നതാണ്. എങ്കിലും നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണത്തിനാണ് നമ്മൾ സാധാരണ ഡിന്നർ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ മാത്രമല്ല അതിനർത്ഥമുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രത്തലവൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഒക്കെ ഡിന്നർ അവർക്ക് വേണ്ടി ഒരുക്കുന്നതാണ്, അല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഡിന്നറിൻ്റെ അർത്ഥം എന്താണ്? പ്രധാന ഭക്ഷണം എന്നാണ്. അത് ചിലപ്പോൾ ഉച്ചയ്ക്കാകാം, ചിലപ്പോൾ വൈകുന്നേരമാകാം. എങ്കിലും സാധാരണഗതിയിൽ ഒരാൾ ഡിന്നർ എന്ന് പറഞ്ഞാൽ അത് വൈകുന്നേരത്തെ ഭക്ഷണം തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു അർത്ഥം കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ കേരള ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരള ഹൗസിലേക്ക് പോകാം. ഒരു ഹോട്ടലാണ്. ദേ സെർവ് ഡെലീഷ്യസ് മീൽ, അവർ വളരെ സ്വാദിഷ്ടമായ മീൽ സെർവ് ചെയ്യും. എന്താണ് ഈ മീലിൻ്റെ അർത്ഥം? മീൽ എന്ന് പറഞ്ഞാൽ അതിനും ഭക്ഷണം എന്നേ അർത്ഥമുള്ളൂ. നമ്മൾ സാധാരണ കേരളത്തിൽ മീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് എന്ന ഉച്ചക്കത്തെ ചോറിനാണ് നമ്മൾ മീൽസ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ആ മീൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഉച്ചക്കത്തെ ഭക്ഷണം എന്നുള്ള അർത്ഥമൊന്നും അതിനില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ പറഞ്ഞിപ്പോഴും നമ്മൾ കേരളത്തിലെല്ലാം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചക്കത്തെ ചോറ് റെഡിയായെങ്കിൽ അവിടെ മീൽസ് റെഡി എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്, അല്ലേ. മനസ്സിലാക്കുക, മീൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. വേർ ആർ യു സ്റ്റേയിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോഴെവിടെയാണ് താമസിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അതിന് ഉത്തരം ഐ എം സ്റ്റേയിങ് ഇൻ ദ താജ് ഹോട്ടൽ നിയർ ടു ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള താജ് ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ, ഇനി ഈ ചോദ്യം തന്നെ വേറെ രീതിയിലും ചോദിക്കാം. വേർ ഡു യു സ്റ്റേ, അതായത് നിങ്ങൾ ഇപ്പോഴെവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തേത് നിങ്ങൾ ഇപ്പോഴെവിടെയാണ് താമസിക്കുന്നത്, രണ്ടാമത്തേത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി സ്റ്റേ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കുള്ള താമസമാണ്, ഒത്തിരി നാളത്തേക്കുള്ളതല്ല. ഐ സ്റ്റേ ഇൻ ദ താജ് ഹോട്ടൽ നിയർ ടു ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള താജ് ഹോട്ടലിൽ ഞാൻ താമസിക്കുന്നത്. വേർ ഡു യു ലീവ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി താമസിക്കുന്നതിനാണ് എന്ത് പറഞ്ഞത്, ലീവ് എന്ന് പറഞ്ഞത്. വേർ ഡു യു ലീവ്.
എന്ന് പറഞ്ഞാൽ ഐ ലീവ് ഇൻ കാഞ്ഞിരപ്പള്ളി, ഞാനൊരു കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. അപ്പോഴേ ഞാൻ എന്ത് പറയാം, ഐ ലീവ് ഇൻ കാഞ്ഞിരപ്പള്ളി എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ സ്റ്റേയും ലീവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഉപയോഗിക്കാവുന്നതാണ്, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വെർ ക്യാൻ വി ഗെറ്റ് എ ഗുഡ് ബിരിയാണി? നമുക്ക് ഒരു നല്ലൊരു ബിരിയാണി എവിടെ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അന്നേരം ഉത്തരം എന്താണ്? പ്ലീസ് ഗോ ടു ദ മെട്രോ ഹോട്ടൽ നിയർ ദ ടെമ്പിൾ. ടെമ്പിളിനടുത്തുള്ള മെട്രോ ഹോട്ടലിൽ പോയാൽ മതി, അവിടെ നല്ല ബിരിയാണി കിട്ടും. ഓക്കെ, വെർ ക്യാൻ ഐ ഫൈൻഡ് എ ഗുഡ് ബാർബർ ഷോപ്പ്? എനിക്ക് ഒരു നല്ലൊരു ബാർബർ ഷോപ്പ് എവിടെ കാണാൻ പറ്റും, അല്ലെ എവിടെയാണ് ഒരു നല്ല ബാർബർ ഷോപ്പ് എന്നാണ് എൻ്റെ അർത്ഥം. അതേ രീതി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ബാർബർ ഷോപ്പിന് മറ്റൊരു വാക്കും കൊണ്ട് നമുക്ക് പറയാം, ഹെയർ ഡ്രസ്സിങ് സലൂൺ എന്ന് നമുക്ക് പറയാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെയാണ് പറയുന്നത്, ഹെയർ ഡ്രസ്സിങ് സലൂൺ എന്നാണ് പറയുന്നത്, ബാർബർ ഷോപ്പ് എന്നും പറയാറുണ്ട്. ഓക്കെ, വെർ ക്യാൻ ഐ ഫൈൻഡ് എ മെഡിക്കൽ ഷോപ്പ്? ഒരു മെഡിക്കൽ ഷോപ്പ് ഇവിടെ അടുത്ത് വല്ല മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണത്. ഓക്കെ, വെർ ക്യാൻ ഐ ഗെറ്റ് എൻ അംബ്രല്ല? എവിടെ എനിക്കൊരു ഒരു കുട എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും? വെർ ക്യാൻ ഐ ഗെറ്റ് സം ഷുഗർ? കുറച്ച് പഞ്ചസാര ഇവിടെ കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ഉത്തരവായിട്ട് എന്നാ പറഞ്ഞാൽ പ്ലീസ് ഗോ സ്ട്രേറ്റ്, നേരെ പോവുക. യു ക്യാൻ ഫൈൻഡ് എ ഷോപ്പ്, നിനക്കൊരു ഷോപ്പ് കാണാൻ പറ്റും. ഇൻ ദ ലെഫ്റ്റ് സൈഡിൽ നിനക്കൊരു ഷോപ്പ് കാണാൻ പറ്റും, അവിടെ കിട്ടുമെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, വെർ ക്യാൻ ഐ ഗെറ്റ് എ ബസ് ടു കോട്ടയം? പ്ലീസ്, അവിടെ പ്ലീസ് എന്തിനാണ് ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണായി. നമ്മൾ ആ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കകത്ത് നമ്മൾ പ്ലീസ് ചേർക്കേണ്ടത് അത്യാവശ്യമാണ്, മറക്കരുത്. അപ്പോൾ ചോദിച്ച് കോട്ടയത്തുള്ള ബസ് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഉത്തരം എന്താണ്? പ്ലീസ് വെയിറ്റ് ദർ. അവിടെ നീ വെയിറ്റ് ചെയ്യുക. ദർ ഇസ് എ ബസ് ടു കോട്ടയം ആഫ്റ്റർ 15 minutes എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബസ്സുണ്ട്, എപ്പോഴും 15 മിനിറ്റ് കഴിയുമ്പോൾ കോട്ടയത്തിൻ്റെ ബസ്സുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, വെർ ആർ യു ഗോയിങ് നൗ? നീ ഇപ്പോഴെവിടെ പോവുകയാണ്? അതായത് വെർ ആർ യു ഗോയിങ് എന്നുള്ളതും വെർ ആർ യു ഗോയിങ് നൗ എന്നുള്ളതും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ്? ഐ എം ഗോയിങ് ടു ഹാവ് ഓർ ഐ എം ഗോയിങ് ടു ഈറ്റ് സംതിങ്. ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഐ എം ഗോയിങ് ടു ടുവിന് ശേഷം എപ്പോഴും നമ്മൾ V1 ആണ് ഉപയോഗിക്കുന്നത്. ഐ എം ഗോയിങ് ടു ഹാവ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഈറ്റ്. ഈ ഹാവ് ഈറ്റ് ഒന്ന് തന്നെയാണ്, അതിന് കഴിക്കുക. ഐ എം ഗോയിങ് ടു ഈറ്റ് സംതിങ്. ഓക്കെ, വെർ ഡു യു ഗോ ഫോർ ഷോപ്പിംഗ്? നീ സാധാരണ എവിടെയാണ് നീ ഷോപ്പിങ്ങിന് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഈ വെർ ഡു യു, കാരണം അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. വെർ ഡു യു ഗോ ഫോർ ഷോപ്പിംഗ്? അപ്പോൾ അതിൻ്റെ ഉത്തരവായിട്ട് എന്നാണ് ഐ യൂഷ്വലി ഗോ ടു ദ വാൾമാർട്ട് ഇൻ ദ ആൽബർട്ട് സ്ട്രീറ്റിലുള്ള വാൾമാർട്ടിലാണ് ഞാൻ സാധാരണ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, വെർ ഡിഡ് യു ബൈ ദിസ് ബാഗ്? ഈ ബാഗ് നീ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഐ ബോട്ട് ദിസ് ഫ്രം ലുലുവിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, വെർ ഡിഡ് യു ഹാവ് ഡിന്നർ യെസ്റ്റർഡേ? നീ എവിടെ നിന്നാണ് ഇന്നലെ വൈകുന്നേരത്തെ ഭക്ഷണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വെർ ഡിഡ് യു ഹാവ് ഓർ ഈറ്റ് ഡിന്നർ യെസ്റ്റർഡേ? ഓക്കെ, അല്ലെങ്കിൽ വെർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടെ പോയതായിരുന്നു? ഐ വെൻറ്റ് ടു ദ KFC. ഞാൻ KFCയിൽ പോയതായിരുന്നു, ചിക്കൻ കഴിക്കാൻ വേണ്ടി KFCയിൽ പോയതായിരുന്നു എൻ്റെ അർത്ഥം. ഓക്കെ, വെർ ഈസ് മൈ ബാഗ്? ഈ ചോദ്യം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ അമ്മമാരോടൊക്കെ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ബാഗ് എന്ത് ചെയ്യും? രാവിലെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാനൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഉത്തരം? ചിലപ്പോൾ ആ ടേബിളിൻ്റെ അടിയിൽ ചിലപ്പോൾ കാണും. ഓക്കെ, ലുക്ക് ദെയർ, ഇറ്റ്സ് അണ്ടർ ദ ടേബിൾ. എന്താണ് പറഞ്ഞത്? അവിടെ നോക്ക്, ആ മേശയുടെ അടിയിൽ കിടപ്പുണ്ട്, ഇറ്റ്സ് അണ്ടർ ദ ടേബിൾ. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞത് എന്ത് ചെയ്യുക? നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിതിൻ്റെ നോട്ട് തയ്യാറാക്കുക. ഒരു ചെറിയൊരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി, ഒരു പോക്കറ്റ് ഡയറിയിൽ എഴുതി നിങ്ങളുടെ പോക്കറ്റ് സൂക്ഷിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്യുക. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. വെർ ആർ യു ഗോയിങ് ടുമോറോ? വെർ ആർ യു ഗോയിങ് നെക്സ്റ്റ് സൺഡേ? ഐ എം ഗോയിങ് ഫോർ എൻ ഇൻ്റർവ്യൂ. I am not going anywhere tomorrow. Where will we meet today evening? We will meet in the railway station. Please come to my house. Where will we eat dinner today? Where will we have dinner today? Let's go to the Kerala house. They serve delicious meal. Where are you staying? I am staying in the Taj Hotel near the railway station. Where do you stay?
I stay in the Taj Hotel near the railway station. Where do you live? I live in Kanjirappalli. Where can we get a good biryani? Please go to Metro Hotel near the temple. Where can I find a barber shop? Where can I find a good barber shop? Where can I find a hairdressing salon? Where can I find a medical shop? Where can I get an umbrella? Please go straight and you can find a shop in the left side. Where can I get a bus to Kottayam, please? Please wait there. There is a bus to Kottayam after 15 minutes. Where are you going now? I'm going to have something. I'm going to eat something. Where do you go for shopping? Usually I go to the Walmart in the Albert Street. Where did you buy this bag? I bought this from Lulu. Where did you have dinner yesterday? Where did you eat dinner yesterday? Where did you go yesterday? I went to the KFC. Where is my bag? Look there, it's under the table. അപ്പോൾ ഈ സെക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പുതിയ സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പങ്കെടുക്കാം. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു സെക്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.